കിരൺ എന്ന ഹൈന്ദവ യുവാവിനോടൊപ്പം ഒളിച്ചോടിപ്പോയ സംഭവത്തിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, അവളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്താണ്, വഴിത്തിരിവ് എന്താണെന്നറിയാൻ ഞാൻ നിരന്തരം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേ. ഈ വിഷയത്തിൽ കണ്ണൂരിലെ മുണ്ടേരിക്കടവിൽ ദിയയുടെ നാട്ടുകാരനും അയൽവാസിയുമായ ഒരു സുഹൃത്തുമായി ഞാൻ നടത്തിയ ഫോൺ സംഭാഷണം നിങ്ങളുമായി പങ്കുവെക്കാം. ഈ വിഷയത്തിൽ ദിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അയൽവാസിയും നാട്ടുകാരനുമായ ഹാരിസ് എന്ന് പറയുന്ന സഹോദരനുമായി അദ്ദേഹം നടത്തിയ ഒരു ഫോൺ സംഭാഷണം അതുകൂടി ഞാനൊന്ന് പ്ലേ ചെയ്യാം. അസ്സലാമു വലൈക്കും അസ്സലാം. ഹാരിസ് ഭായ് അല്ലേ? അതെ. ഹാരിസ് ഭായ്, എൻ്റെ പേര് ഹസൻ എന്നാണ്. കരുനാപ്പള്ളി എന്ന് വിളിക്കാം. ഞാനൊരു യൂട്യൂബറാണ്. ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ പേരും. ഈ നമ്പർ എവിടുന്നാ കിട്ടിയ? നിങ്ങളുടെ നമ്പര് പിന്നെ അവിടെ ഒരു ഹാരിസ് മൗലവി എന്താണ് അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത്. ഹാരിസ് ഭായിയെ വിളിക്കുന്നത് സംസാരിക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഓക്കെ. അപ്പോ പിന്നെ നിങ്ങളുടെ നാട്ടില് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് ഭായിക്ക് അടുത്താണോ? തമിഴ്നാടല്ലേ? മുണ്ടേരി കടവ് അല്ലേ? അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമളാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എൻ്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായി ആ സംഭവം, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് വല്ല വിവരമുണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പിന്നെ ഹാരിസ് ഭായിയെ കോണ്ടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ, അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്ന് പങ്കുവെക്കാമോ? അല്ല, അത് കുട്ടി വന്നിന് അവർ ഒഴിവാക്കിയതിന് ഒരു ദിവസം വന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് മുന്നോട്ട് പോവാൻ നീക്കോന്ന് പറഞ്ഞു. രജിസ്റ്റർ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് വ്യക്തമായില്ല ഹാരിസ് ഭായി പറഞ്ഞത്. ഇവർ ഒളിച്ചോടി പോയതിനു ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവര് ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവര്. ഓക്കെ. രജിസ്റ്റർ ഹാജരാകുന്നു പോലീസ് സ്റ്റേഷനിൽ. അന്ന് കാണാതെ ഒളിച്ചോടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നടന്ന് അവള് നമ്മൾ സംസാരിച്ചിന്. ഓളെ ഉമ്മയും ഉപ്പയും ഒരു ചെറിയ അനുജത്തി ഉണ്ടായിരുന്നു. അവളെ പോയി സംസാരിച്ചില്ല. അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, അന്ന് വന്നിട്ടില്ല. അപ്പൊ അവർ തന്നെ പോയി വന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി. ഇപ്പൊ അടുത്ത് അവർ തിരിച്ചു വന്നു, ഇപ്പം കൂടി തിരിച്ചു വന്നു. അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു. അങ്ങനെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല, അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അവർ തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ സ്വീകരിച്ചു. ആയിട്ടുള്ള ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു. അതായിട്ടുണ്ടാവും വിചാരിക്കണം. അതെയോ? ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ്. നമ്മളൊരു അറിയുന്നത് അങ്ങായിട്ട് മകൾ തന്നെയാണ്. അവർ തിരിച്ചു വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് അവർ കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ, ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിൽ അകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത്. എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് ഈ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത്. സംഭവം ഉണ്ടായിട്ടുണ്ടോ വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് വെച്ചാല് അറിയില്ല. പിന്നെ അവനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ അറിയൂ. വെച്ചാൽ ഓൾ ഉദ്ദേശിച്ച പോലത്തെ നമ്മളിപ്പോ ഒരാള് ഒരു പെൺകുട്ടി എത്തിനൊക്കെ ഒളിച്ചോടുമ്പോ അവന്റെ അടുത്ത് നിന്ന് നല്ലതായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാന്നുള്ളിലായിരിക്കുമല്ലോ പോകുന്നത് ഒന്നിക്കല്. തീർച്ചയായും. അല്ല, ഈ അവരുടെ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ എന്താണ് ഈ പെൺകുട്ടിയുടെ? പെൺകുട്ടിയുടെ സാമ്പത്തിക ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ്. അത് ഈ ഉപ്പാന്ന് പറയുന്നത് അങ്ങാതിന്റെ അടുത്ത് നിന്ന് നല്ലതായ രീതിയിലുള്ള ഒരു ഇത് അവർക്ക് കിട്ടിയില്ല എന്നാണ്. അത് ഒരു അങ്ങനെയാണ്. അദ്ദേഹം ഒരു കാലം നല്ലതായിരുന്നു. അല്ല ഹാരിസ് ഭായ്, ഇവര് ഒളിച്ചോടി പോയി പിന്നീട് ഇവര് കോടതിയിലൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ഹാജരായതിനു ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഇപ്പൊ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ച് വീണ്ടും കണ്ണൂരിലേക്ക് മടങ്ങി വന്നു. അവിടെ ജീവിക്കുമ്പോൾ തന്നെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതായത് ഈ കിരണിനെ അവൾ സ്വീകരിച്ചെങ്കിലും ഞങ്ങളുടെ മകളാണ്, മരുമകനാണ്, അങ്ങനെ ഒരു ബന്ധം ഇവർ പുലർത്തിയിരുന്നോ? അല്ല, വിളിക്കലുണ്ടെന്ന് ബന്ധപ്പെട്ട് പരമാവധി അവളെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിന് ബന്ധപ്പെട്ടിട്ട്.
ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. അതന്നെ, വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. പിന്നെ അത് കല്യാണം കഴിഞ്ഞതിന് ഏകദേശം സമയം ആയിന് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. അത് നല്ല ടീമായിട്ട് എൻഗേജ്മെന്റ് നടന്നെയാണ്. അത് ശരി. ആ സമയത്താണ് ഇവള് പോകുന്നത്. അത് ശരി. അങ്ങനെ ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള നല്ലൊരു ചങ്ങായിയാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ചങ്ങായിയാണ്. അവനെ ഒഴിവാക്കിയാണ് ഇവള് പോയത്. ശരി. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കഴിയാതുകൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവാന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇപ്പോ ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുക്കുകയോ ഈ ഇവന്റെ കൂടെ പോയതിനു ശേഷം ഈ പീഡനങ്ങൾ ഉണ്ടായെന്ന് അങ്ങനെ എന്തെങ്കിലും അറിയാവോ? അങ്ങനെ പരാതി കൊടുത്തിട്ടില്ല. ഇതിനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയെ അവിടെ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞത്. ശരി. കണ്ടില്ലേ, ഇതാണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്. ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കണ്ടവന്മാരുടെ കൂടെ ഓടുന്ന കാലവോ, പടച്ചറപ്പിന്റെ ദീനിനെ നാണം കെടുത്തിയിട്ട് ഈ സമുദായത്തിന് പേരുദോഷം കൊടുത്തിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ കാലവാ. കോടതികളുടെ മുന്നിൽ കിടന്ന് യാചിക്കുന്ന ഉപ്പമാരെ കണ്ടിട്ടില്ലേ, ഉമ്മമാരെ കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പൊന്നുമോളുടെ ഈമാൻ ഉറയ്ക്കടോ, നിന്റെ പൊന്നുമോളുടെ ഈമാൻ ഉറയ്ക്കടോ. ഈമാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? അത് കണ്ടവന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ തോറ്റുപോകുന്ന ഈമാനല്ല. ഒരുത്തന്റെ പണത്തിന്റെ മുന്നില്, ഒരുത്തന്റെ പ്രലോഭനങ്ങൾക്ക് മുന്നില് തകർന്നു പോകാത്ത ഈമാനാണ് പെങ്ങള്. ഏത് നിമിഷവും കടലൊന്ന് കേറി വന്നോ പൊന്നുമോളെ, പിന്നെ നീ ഇല്ലല്ലോ. ഈ കടപ്പുറത്ത് കടന്നിട്ട് പോലെ പടച്ചറപ്പിനെ കുറിച്ച് പേടിയില്ലാത്ത പെണ്ണ് മോളെ, ഒരു രാത്രിയെങ്കിലും നിനക്കൊന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമോ? പടച്ചവരെ, പണ്ടൊക്കെ തിര മുമ്പോട്ട് കയറി വന്നാ പേടിച്ചാമാരായിരുന്നല്ലോ. പണ്ട് തിര മുന്നിൽ കടൽ ഇങ്ങോട്ട് കയറി വന്നാൽ മാത്രമേ ഭയപ്പാടുണ്ടായിരുന്നുള്ളൂ. ഇന്നിറങ്ങിയാലും പേടിയാ, ഇന്നിറങ്ങിയാലും പേടിയാ. പടച്ചവരെ, കടലിൽ മീൻ പിടിക്കാൻ പോയ നൂറുകണക്കിന് പേരുടെ മയ്യത്ത് ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല. അങ്ങനെ പടച്ചറപ്പിന്റെ അദാബ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പടച്ചറപ്പിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണ്. പോയതൊക്കെ പോകട്ടെ ചെറുപ്പക്കാരാ, പോയതൊക്കെ പോകട്ടെ ഉമ്മോ. എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, മോളെ, ഈമാനെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുവോ? മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ വളെന്നറിയുവോ? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിനെയും തന്റെ ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ഖുറൈശികളിട്ട് തല്ലിച്ചതയ്ക്കുകയോ. തന്റെ പൊന്നാര മകൻ മുമ്പിൽ നിൽപ്പുണ്ട്. ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റി പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ചെയ്ത തെറ്റെന്തെന്നറിയുവോ? അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത് കൊണ്ടോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അമ്മാർ യാസിർ പടച്ചവരെ ഈ കുടുംബത്തെ മുഴുവനും തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിന് മുന്നിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടുകയാണ്. എന്നിട്ട് തലകീഴോ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് ഇറക്കി നിർത്തുകയോ. ഒരു പച്ച മനുഷ്യര് ആടിക്കത്തുന്ന തീക്കകത്തിങ്ങനെ അതാ തലകീഴായി കെട്ടി നിർത്തിയിരിക്കുകയാണ്. പടച്ചവരെ, അവിടെ നിന്ന് പച്ച ഇറച്ചി കത്തുകയാ. മുഖത്തുകൂടെ തലയിലെ മുടിയിലൂടെ പടച്ചവരെ തീ ഇങ്ങനെ പതാ ശരീരം മുഴുവനും ഇങ്ങനെ പടരുകയാണ്.
കരയുകയാണ്, മരണപ്രാളത്തിൽ കിടന്ന് കരയുകയോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റബ്ബേ തീക്കകത്ത് കിടന്ന് മരണപ്രാളത്തിൽ കരയുമ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തെള്ളിയിടുകയോ. മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്, ശരീരത്തിലെ തീ മുഴുവനും അണഞ്ഞു. പടച്ച റബ്ബേ, ഈ എല്ലുകൾ വെളിയിൽ കാടുകയോ, എല്ലുകൾ വെളിയിൽ കാടുകയോ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂല് കിടന്ന് വരികയാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാന്റെ നബിയേ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ സുമയ്യ, തോറ്റുകൊടുക്കല്ലേ സുമയ്യ, അള്ളാന്റെ ദീനിനെ വലിച്ചെറിയല്ലേ. പ്രവാചകന് സ്വർഗത്തിലാണെന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതെന്തെന്നറിയോ? ഇവന്മാര് നമ്മളെ കൊന്നാൽ, ഇവരെന്തൊക്കെ ദ്രോഹം ചെയ്താൽ പടച്ചറപ്പിന്റെ ദീനിനെ വലിച്ചെറിയല്ലേ. നമ്മളൊക്കെ മുസ്ലിമീകളോ, നമ്മള് സ്വർഗത്തിലോ. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ധൈര്യം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ അവിടെ നിന്ന് കുത്തിയിറക്കുകയാണ്. വയറ് തുളച്ചിട്ട് കമ്പി വെളിയിൽ വന്നു. അബൂജഹല് സുമയ്യാനെ ചവിട്ടി തറയിലേക്ക് ഇടുകയാണ്. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. ആ കിടപ്പിലും കിടന്ന് പറഞ്ഞു, അല്ലാഹു വഹദ്. അബൂജഹല് കഴുത്തിലെ കേട്ട് അതാ തന്റെ കാലെടുത്ത് ചവിട്ടുകയാണ്. സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുകയോ. അപ്പഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അബൂജഹലിനെ സഹിച്ചില്ല. പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കുകയാ. എന്നിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. ഈമാനെന്ന് പറഞ്ഞാലെങ്ങനോ, ഈമാനെന്ന് പറഞ്ഞാലെങ്ങനോ. ഇതുപോലെ ഒരു ഈമാവേടോ, ഇതുപോലെ ഒരു ഈമാവേടോ. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ആ മനുഷ്യന്റെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്ക്, പെൺമക്കൾക്ക് അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പറഞ്ഞു കൊടുക്ക്. അപ്പം മക്കൾ അനുസരിക്കും. പിന്നെ യവൻ വന്ന് വിളിച്ചാലും നിന്റെ മക്കൾ ഓടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലേ, മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ പെൺകുട്ടികളെ ഒന്നും കുറ്റപ്പെടുത്തൂല. പെൺകുട്ടികളെ ഒളിച്ചോടിപ്പോയി 5 എണ്ണം പോയെങ്കിൽ പോട്ടെ, 5 എണ്ണം അല്ല 50 എണ്ണം പോയാലും നമുക്കിവിടെ എന്താ, പോകേണ്ടവരൊക്കെ പോകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾ നശിക്കാനുള്ള ഒന്നാമത്തെ കാരണം മാതാപിതാക്കൾ തന്നെയാണ്. ഉമ്മയുടെ മടിത്തട്ടാണ് ഏറ്റവും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഉമ്മയുടെ മടിത്തട്ടാണ് ആദ്യത്തെ മദ്രസ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ നിന്നെ കണ്ടാ നിന്റെ മോള് പഠിച്ചത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്ക് നിന്റെ മക്കളെ സ്നേഹിക്കാനോ സംസാരിക്കാനോ സമയമില്ല അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മൾ നിസ്സാരമായി ഒരു നല്ല കുട്ടിയെ കിട്ടണമെങ്കിൽ നല്ലതുപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ സാലിഹായ മക്കളെ കിട്ടൂ. അള്ളാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ കിട്ടൂല. നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മുടെ മക്കൾ, വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം.
പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ രണ്ടാമത്തെ അവകാശി അത് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി. 11 മണി ആയതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു 15 മിനിറ്റും കൂടെ, ഇല്ലെങ്കിൽ പറയാം. എന്ത് വേണം? ഒരെണ്ണം കൂടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വയ്യാതെ വന്നതല്ലേ. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? നിങ്ങൾ പറ. വേണോ? ഒരെണ്ണം കൂടെ പറയാ. ഇരിക്കുവോ? താല്പര്യമുള്ളവർ കൈപൊക്ക്. പോകേണ്ടവരൊക്കെ പോകട്ടെ. ബക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഓടുക. ഓടേണ്ടവരൊക്കെ ഓടട്ടെ. അസ്രായിൽ വരുമ്പോൾ ഓടാൻ പറ്റൂലല്ലോ. പറ്റുമോ? അസ്രായിൽ വരുമ്പോൾ ഓടാൻ പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ ഓടി നോക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം വേണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, തൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് അൽഹംദുലില്ലാഹ് ഫിർദൗസ് എന്ന സ്വർഗം അല്ലാഹു നൽകുമാറാകട്ടെ. ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾ. പടച്ചോനെ, ഇന്ന് ആർക്കാ ഉമ്മാനെ ഉപ്പാനെ സ്നേഹമുള്ള? ഇന്ന് ഉമ്മായി ഉപ്പായ സ്നേഹമുള്ള എത്ര മക്കളുണ്ട്? മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന. ഇന്ന് രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുന്ന ഉമ്മാനോട് പറയും, കിളവി വല്ലതും തിന്നിട്ട് മിണ്ടാതെ ഇവിടെ കിടന്നോണം. ഉമ്മാനോടാ പറയണേ. ഉപ്പാനെ തല്ലുന്ന മക്കൾ, ഉമ്മാനെ തല്ലുന്ന മക്കൾ. ഉമ്മയാരെന്നറിയോ? ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാ മോനെ സ്വർഗം. പോയി നോക്ക്. എൻ്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. വാപ്പയുടെ സ്ഥാനം എന്തെന്നറിയോ? വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയും ഉമ്മയും അവരെ വേദനിപ്പിച്ചാൽ, അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ, ഖസറത് ദുനിയ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതൊരു കാരണവശാലും എന്തൊക്കെ വിഷയം സംഭവിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയും, കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊരാഗ്രഹം, ഭർത്താവിൻ്റെ ഉമ്മാന് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് മകനെയും ഉമ്മാനെയും 2 തട്ടിലാക്കും. എന്തിനാ? അവളുടെ ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ നീ എപ്പോഴും ഉമ്മയായിട്ട് നിനക്ക് സ്വർഗം വേണമെങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ ഉമ്മയായിട്ട് കാണണം. കാരണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മായുമായിട്ട് നിന്റെ ഭർത്താവിനെ നീ അകറ്റിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി സുഖിക്കാമെന്ന് നീ വിചാരിച്ച യോഗമില്ല പെങ്ങളെ. സ്വന്തം ഉമ്മായും വാപ്പായും വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസമുണ്ടല്ലോ, അല്ലാഹുവേ, ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു ഉമ്മയെ കണ്ടോ. പടച്ചവനെ, ഉമ്മയും മക്കളും മത്സരമാണ്. എന്റെ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ആണ്. ഉമ്മയുടെ വയറിനകത്ത് മുഴ എന്തോ വന്നിട്ട് കുടലിലോ എന്തോ ക്യാൻസറാ ഉമ്മയ്ക്ക് അറിയില്ല ഉസ്താദേ. ഉമ്മയ്ക്ക് വയറുവേദനയാണെന്നാ ഞങ്ങൾ പറയണത്. ഉമ്മയ്ക്ക് അത് അറിയാത്തത് കൊണ്ടാ ഉമ്മ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഇരിക്കുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഉസ്താദ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ സന്തോഷിച്ചു. പടച്ചോനെ, ഇതുപോലെ 2 മക്കള്, ഉമ്മാനെ ഇത്രയും സ്നേഹിക്കുന്ന 2 മക്കള്. ഇറങ്ങാൻ സമയമായപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഉസ്താദിനെ ഒന്ന് വിളിക്കെനിക്കൊന്ന് സംസാരിക്കണം. അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ ഉമ്മയുടെ റൂമിനകത്തേക്ക് കയറി ചെന്നു. ഉമ്മ മക്കളോട് 2 പേരും പറഞ്ഞൊന്ന് വെളിയിൽ പോകാൻ. ഉമ്മയെന്ന് പറഞ്ഞ ആരെന്നറിയോ? പഠിച്ചോ?
2 മക്കളോടും വെളിയിൽ പോകാൻ പറഞ്ഞു. കഥകൊന്ന് അടയ്ക്കുമോനെ. ഞാൻ ആ ഉമ്മാന്റെ ചാരത്ത് പോയിരുന്നു. ക്യാൻസർ രോഗമല്ലേ, ഉമ്മായിക്ക് അറിയില്ലല്ലോ. ഞാൻ അടുത്ത് പോയിരുന്നപ്പോ ആ ഉമ്മ എന്നോട് പറയുക, ഉസ്താദേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എൻ്റെ മക്കൾക്ക് ബാധ്യതയായി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം ഉസ്താദേ. എന്നിട്ട് പറയാ, എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം. അവര് വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്ന. അതുകൊണ്ട് ആ മക്കൾ സന്തോഷത്തോടെ നടക്കുന്നത്. എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് എൻ്റെ മക്കൾ അറിഞ്ഞ അവരുടെ കണ്ണ് നിറയുമല്ലോ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ ഉമ്മ എന്ന് പറഞ്ഞാൽ അതാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഉമ്മ ആരെന്നറിയോ? അടുത്തൊരു പെൺകുട്ടി പടച്ചവനെ 8 മാസം ഗർഭിണിയാണ്. 8 മാസം ഗർഭിണിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സീരിയസാ, ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മ മരിച്ചുപോകും. അല്ലാഹുവേ പടച്ചവനെ, ഉമ്മയുടെ വില എന്തെന്നറിയോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 8 മാസം ഗർഭിണിയായ പെണ്ണിനോട് ഡോക്ടർ പറയാ, ഈ കുഞ്ഞിനെ പ്രസവിക്കണ സമയത്ത് ഉമ്മ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, വളരെ സീരിയസാ. ആ സമയത്ത് ആ പെണ്ണ് ചോദിച്ചെന്തെന്നറിയോ ഉസ്താദേ? ആ പെണ്ണ് ചോദിച്ചെന്ന് ഡോക്ടറോട് ചോദിക്കാ, എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേ, പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണ് മരിക്കാൻ വരെ 99% സാധ്യതയുണ്ട്. അപ്പോഴും അവളെ കുറിച്ചല്ല ചിന്തിച്ചത്. ചിന്തിച്ചത് ഡോക്ടറെ, എൻ്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനൊന്നും ഇല്ലല്ലോ. അതാ നമ്മുടെ ഉമ്മ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട്, ഓടേണ്ടവർക്കൊക്കെ ഓടാം, ഒളിച്ചോടേണ്ടവർക്കൊക്കെ ഓടാം. ഓടിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ ഉമ്മാനെ നാട്ടുകാർ മുഴുവനും വ്യഭിചാരി എന്ന് വിളിക്കും. നിനക്ക് കുഴപ്പമില്ലല്ലോ. നാട്ടുകാർ മുഴുവനും ഉമ്മാന്റെ സ്വഭാവമല്ലേ മോട് കാണിക്കൂ എന്ന് നാണം കെടുത്തിയാലും നിനക്കൊന്നുമില്ല. പ്രശ്നം 2-3 ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു. ഒരാഴ്ച മുമ്പ് പള്ളികളിലൊക്കെ പോയി പിരിവെടുത്തൊരു വാപ്പ. പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പിരിവെടുക്കും തൻ്റെ മോളെ കെട്ടിക്കാൻ. അല്ലാഹു പടച്ചോനെ 5-6 പവൻ സ്വർണം ആ പാവ ഉപ്പ പിരിച്ചു. ഞായറാഴ്ച കല്യാണം. വെള്ളിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് പിരിവായിട്ട് വാപ്പ വന്നപ്പോൾ പടച്ചോനെ, ആ പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അള്ളാഹു ആ വാപ്പ വീണതാ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഓടേണ്ടവർക്കൊക്കെ ഓടാ. എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അഭിമാനമുണ്ട് പെണ്ണെ. എൻ്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയടി, എൻ്റെ പെങ്ങളോട് ഞാൻ പറയാ, പൊന്നുമോളെ, ഈ നാട്ടിൽ ഈ കൂട്ടത്തിലൊരു പെണ്ണിരിപ്പുണ്ട്. ഞാൻ പറയാ, സഹാബി വനിതയുടെ ചരിത്രമൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, 34 വയസ്സുണ്ട് ആ പെണ്ണിനെട്ടാ. എടി, അവളാണ് നല്ല ഉപ്പായ്ക്കും ഉമ്മായ്ക്കും പറഞ്ഞവള്. ഞാൻ പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും ഞാൻ പറയും. 34 വയസ്സുള്ളൊരു പെൺകുട്ടി ഈ സദസ്സിനകത്തിരിപ്പുണ്ട്. അവളെ പോലെ നമ്മുടെ മക്കളെ അള്ളാഹു ആക്കി തരാൻ വേണ്ടി ദുആ ചെയ്യും. ഞാൻ ദുആ ചെയ്യും. കാരണം ആ 34 വയസ്സുള്ള പെൺകുട്ടി എന്നോട് കരുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി ഉസ്താദെ, 34 കൊല്ലമായി. ഇന്ന് ഞാൻ അള്ളാനെ പേടിച്ചാ ജീവിക്കണത്, അള്ളാനെ പേടിച്ചാ ഞാൻ ജീവിക്കുന്നത്. പടച്ചവനെ, എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഒരു സ്വന്തം സഹോദരനെ പോലെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞൊരു പെണ്ണി സദസ്സിലിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, അവളാ മോളെ പെണ്ണ്. 34 കൊല്ലമായിട്ടും അവൾക്കും വിചാരമുണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ച് കഴിയുന്നവൾ. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു നല്ല ഒരു ജീവിതം തരുമെന്ന പ്രതീക്ഷയോടെ ഈ സദസ്സിൽ ആ പൊന്നുമോളിരിപ്പുണ്ട്. അള്ളാഹുവെ, ആ മകൾക്ക് നീ നല്ലൊരു ജീവിതം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, നീ നല്ലൊരു ജീവിതം കൊടുക്കണേ പടച്ചവനെ. മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ, അല്ലാതെ തിന്നിട്ട് നിനക്ക് കൊഴുപ്പ് കൂടുമ്പോ, തിന്നിട്ട് എല്ലിനകത്ത് കൊഴുപ്പ് കൂറുമ്പോ പടച്ചവനെ, പടച്ച റബ്ബിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് സ്വന്തം ഉപ്പാനെ ഉമ്മാനെയും സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയിട്ട് പോയാ നിന്നെ അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ചരിത്രം സാക്ഷിയാണ്. ഉസ്താദന്മാര് പറയും, ഇങ്ങനെയൊക്കെ പോകുന്നവള് പുഴുത്തു ചാകുമെന്ന് പറയുമ്പോൾ ഇവരാരടാ പറയാൻ അവകാശം? ഇവർക്ക് പറയാൻ എന്ത് അവകാശം? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചരിത്രം സാക്ഷിയാ. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി, ലാഹുവേ, ഉപ്പയും ഉമ്മയുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നുമോളോ മോനോ ഈ സദസ്സിലുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടും പെണ്ണ്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിനക്ക് ശിക്ഷ തരും പെണ്ണ്. എന്റെ പ്രിയമുള്ള സഹോദരാ, ഫദൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം കാണാ.
ഫദിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫദിലേ, ഞങ്ങളെല്ലാവരും മക്കയിൽ പോകുകയാ, ഞങ്ങളെല്ലാവരും കഅബ കാണാ പോവുകയാ. ഫദിലേ, നീ കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, അല്ലാഹുവിൻ്റെ കഅബ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമോ, എൻ്റെ കൂട്ടുകാർ മുഴുവനും കഅബ കാണാ പോവുകയാണ്, ഞാനും കൂടെ പോകട്ടെ ഉമ്മ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ ഫദിലേ, നീ പോയാൽ എനിക്ക് ആരാണടാ ഉള്ളത്? എനിക്ക് ഭക്ഷണം തരാ, എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലല്ലോ. എന്റെ പൊന്നുമോര് പോകണ്ട എന്ന് ഫദിലെന്ന് പറയുന്ന മകനോട് പറയുമ്പോ കൂട്ടുകാരുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാണ്. അല്ലാഹുവിന്റെ കഅബ കാണാൻ പോലും നിന്റെ ഉമ്മ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാർ മുഴുവനും കളിയാക്കിയിട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. പിന്നെയും ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, അല്ലാഹുവിന്റെ കഅബ കാണാ പോകട്ടെ? ഉമ്മ പറഞ്ഞു, വേണ്ട മോര്, ഉമ്മ പറഞ്ഞു, വേണ്ട മോര്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ദേഷ്യം തോന്നി. അവസാനം ഉമ്മയുടെ അനുവാദം ചോദിച്ചില്ല. കഅബയിലേക്കല്ലേ പോകുന്നത്, അല്ലാഹുവിന്റെ ഭവനത്തിലേക്കല്ലേ പോകുന്നത്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ഉമ്മയുടെ അനുവാദം ചോദിക്കാതെ വീട് വിട്ടിറങ്ങുകയാ. മക്കയിലേക്ക് കഅബ കാണാ പോവുകയാ, മക്കയിലേക്ക് കഅബ കാണാ പോവുകയാ. ഇങ്ങനെ പോകുമ്പോ മനസ്സിനകത്തൊരു സമാധാനമില്ല. കൂട്ടുകാരുടെ കൂടെ എത്താനും കഴിയുന്നില്ല. ഉമ്മയുടെ പൊരുത്തമില്ലാതാണ് ഇറങ്ങി വന്നത്. മനസമാധാനം കിട്ടാതെ വന്നപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഒന്ന് രണ്ടരക്കത്ത് നിസ്കരിക്കാമല്ലോ പടച്ചവര്, നിസ്കരിച്ചാ മനസമാധാനം കിട്ടുമല്ലോ. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒളിവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറിയിട്ട് രണ്ടരക്കത്ത് നിസ്കരിക്കുകയോ. നിസ്കാരം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാർ മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാണ്. കാരണം എന്തെന്നറിയുമോ, ആ നാട്ടിൽ വലിയ ഒരു മോഷണം നടന്നു. മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാട്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാർ മുഴുവനും തല്ലുകയോ, കൈകാല് കെട്ടുകയാണ്, കൈകാല് കെട്ടുകയാണ്. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയുമോ, ഇവന് ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല, ഇനി ഒരിക്കലും ഇവന് മോഷ്ടിക്കാൻ പാടില്ല. രണ്ട് കൈയും വെട്ടിമുറിക്കുകയാ, രണ്ട് കാലും വെട്ടിമുറിക്കുകയാ, രണ്ട് കണ്ണും ചൂടുന്നെടുക്കുകയോ. ഇവന് ഒരിക്കലും ഇനി മോഷണം നടത്താൻ പാടില്ല. അവന്റെ കണ്ണ് ചൂടുന്നെടുത്തു, കൈകാലുകളെ വെട്ടിമുറിച്ചു. എന്നിട്ടൊരു കമ്പിന്റെ മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ജനങ്ങൾ വിളിച്ചു, കള്ളാ. എല്ലാവരും കള്ള എന്ന് വിളിച്ച് കളിയാക്കുമ്പോ പറയുന്ന ചെറുപ്പക്കാർ, ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. ഞാൻ കള്ളരല്ല. എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചത് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതൊരു പടച്ചറപ്പ് എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ പെങ്ങള് അവസാനം കൊണ്ടുവന്ന് മരുഭൂമിയിൽ വലിച്ചെറിയുകയോ. അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മരുഭൂമിയിൽ കിടന്ന് യാചിക്കുന്നു, ആരെങ്കിലും എന്റെ ഉമ്മയുടെ മുന്നിലൊന്ന് കൊണ്ടുപോകുവോ, മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയുടെ വീടിന്റെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുവോ, ഒന്ന് പൊരുത്തം ചോദിക്കാരാ.
എന്റെ ഉമ്മയോടൊന്ന് പൊരുത്തം ചോദിക്കാരാ. മരണത്തിന്റെ വേളയിൽ പടച്ചവരെ വഴിയിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. പടച്ചറപ്പേ, വാതില് തുറന്നിട്ടൊരു ഉമ്മ ഇറങ്ങി വരികയാണ്. ആ യാത്രക്കാര് ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ഈ ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ആ ഉമ്മ നോക്കുമ്പോ കൈയില്ലാതെ, കണ്ണില്ലാതെ, കാലില്ലാതെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആരാണെന്നറിയുന്നില്ല, ആരാണെന്നറിയുന്നില്ല. ആ ഉമ്മ പറഞ്ഞു, മക്കളെ, ഇതാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശബ്ദം കേൾക്കുമ്പോ ഫതില് വിളിക്കുന്നു, ഉമ്മ, ഞാനാണുമ്മ, ഞാനാണുമ്മ. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് മക്കയിലേക്ക് പോയ ഫതിലാ ഉമ്മ. എനിക്കല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒളിച്ചോടിയവളല്ല, കണ്ടവന്റെ കൂടെ പോയവളല്ല, സിനിമയ്ക്ക് പോയവളല്ല, കറങ്ങാൻ പോയവളല്ല, കളിക്കാൻ പോയവളല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ കാണാൻ പോയ ഒരു മകന് അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഇനി പറപെങ്ങള് രക്ഷപ്പെടുവോ മോള്, രക്ഷപ്പെടുവോ മോള്? വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് നിറയിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വല്ലാഹി സത്യം രക്ഷപ്പെടൂല മോള്, വല്ലാഹി സത്യം ഒരു കാലത്തും രക്ഷപ്പെടൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ സ്നേഹിക്കണേ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കള് സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, തല്ലുന്നവരുണ്ട്, ഉമ്മാനെ വഴക്ക് പറയുന്ന മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അങ്ങനെ കഴിയുന്നടാ. ഇന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ട്, ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നിന്നെ ഒരു മനോഹരമായ വീട് കെട്ടി, നീ ഒരു മനോഹരമായ വീട് കെട്ടി. ആ വീടിനകത്ത് സുഖമില്ലാതെ രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ ഉമ്മയൊന്ന് കാർക്കിച്ചു തുപ്പിയാല്, രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഉമ്മ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്തൊന്ന് മൂത്രമൊഴിച്ചാൽ, അല്ലാഹുവേ, മാന വഴക്ക് പറയുന്ന മക്കളുണ്ടല്ലോ, മാന ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ. എടാ, നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്ത് നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിച്ചില്ലല്ലോ. നിന്റെ ഉമ്മയൊന്ന് ബെഡിൽ മൂത്രമടിച്ചപ്പോ അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെ അല്ലേ പോരെ? ആ പാവങ്ങൾ അങ്ങനെ ഒന്ന് വിസർജനം നടത്തിയപ്പോ നിന്റെ ഉമ്മാനെ വഴക്ക് പറയുന്ന ചെറുപ്പക്കാരാ, നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചതെന്നറിയോ? നീ എവിടെ കിടന്നാണ് മൂത്രമൊഴിച്ചതെന്നറിയോ? ഉമ്മാന്റെ നെഞ്ചത്ത് കിടന്ന് നീ എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചടാ? നിന്റെ ഉമ്മ ബെഡിലല്ലേ കഴുകിയാ പോകുമല്ലോ. നീ ഉമ്മയുടെ ശരീരത്ത് കിടന്ന് വിസർജനം നടത്തിയില്ലേ? നീ നിന്റെ ഉമ്മ നിന്റെ വീട്ടിലെന്ന് തുപ്പിയപ്പോ നിനക്ക് വല്ലാത്ത ദേഷ്യം വന്നോ? എത്ര പ്രാവശ്യം നിന്റെ ഉമ്മയുടെ മുഖത്തുകൂടെ നീ ഛർദിച്ചടാ? ഉമ്മ വഴക്ക് പറഞ്ഞില്ലല്ലോ, സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചതല്ലാതെ നിന്റെ ഉമ്മ ഇന്ന് വരെ നിന്നോടൊന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ പാവപ്പെട്ട ഉമ്മയുടെ ഇന്നത്തെ അവസ്ഥ എന്തേ ചെറുപ്പക്കാരാ? മോനെ, എങ്ങനെ കഴിയുന്നു ചെറുപ്പക്കാരാ? എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും മോര്. 9.5 മാസക്കാലം ആ ഉമ്മയല്ലേടാ വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നത്. ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് നടക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് കിടക്കാൻ കഴിയില്ലല്ലോ. പടച്ചിറപ്പേ, 9.5 മാസക്കാലം നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചു. നിന്നെ പാല് തന്നിട്ട് നിന്നെ ഇത്രയും കൊല്ലം പോറ്റി വളർത്തിയില്ലേടാ?
നിനക്കെങ്ങനെയാ നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിയുന്നത്, വാപ്പയെ വേദനിപ്പിക്കാൻ കഴിയുന്നത്, കുത്തുവാക്ക് പറയാൻ കഴിയുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉമ്മയെ സ്നേഹിക്കുമോര്, വാപ്പയെ സ്നേഹിക്കുമോര്, അവര് മരിക്കുന്ന കാലം വരെ നോക്കിയാ പോര്. അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഉമ്മക്ക് അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബർ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ കവാടം അവരുടെ ഖബറിനകത്ത് തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെയും കാത്ത് സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തു നിൽക്കണേ അല്ലോ. അവരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി. അല്ലാഹുവേ, 10-25 പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്ന സംഘാടകരാ, നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മ വരണം, നിന്റെ ഉപ്പാനെ നിനക്ക് ഓർമ്മ വരണം. മരിച്ച് കബറിൽ കിടക്കുന്ന ആ പാപങ്ങളുടെ ഖബറിനകത്ത് ഇന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കണമെന്ന ഒരു നിയത്തോടെ ഒരു ജാരിയായ സദക്ക. ബിസ്മില്ല, എല്ലാവരും കൈകൊണ്ടെടുത്തോ. ബിസ്മില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ആരെല്ലാം സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, മാതാപിതാക്കളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. ഖബറിനകത്ത് കിടന്നിട്ട് ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ പടച്ചവനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ.